ഹലോ, ഗുഡ് മോർണിംഗ്. ഹന്നൂസ് പാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഗുഡ് മോർണിംഗ് ഒന്നല്ല, 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതേ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഫ്ലാറ്റിലൊക്കെ നിന്ന് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടോ. അതുകൊണ്ടാണ് വരണ്ടേ നിൽക്കേണ്ടൊക്കെ സാഹചര്യം ഉണ്ടായി. എല്ലാവരും അമ്മേനെ ചോദിക്കും, അമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾക്ക് പറഞ്ഞാണ്. എന്തായാലും ഞാൻ നല്ല വൃത്തിക്ക് രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരി തുടച്ചു ആ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കാരണം പിന്നെ വല്ലപ്പോഴും വന്ന് നിൽക്കുന്ന കാരണം ഫ്ലാറ്റിൽ എപ്പോഴും ഭയങ്കര പൊടിയാണ്. അവിടെ വർക്കൊക്കെ നടക്കുന്ന കാരണം ഭയങ്കര പൊടിയാണ്. ഒന്നും എടുക്കാനില്ല എന്ന് വിചാരിക്കും. ഇറങ്ങി കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാവുക. അപ്പോൾ ഞാൻ ബെഡ്റൂം എല്ലാം പൂട്ടി ബന്ധോസ്ഥാക്കി ഇറങ്ങുകയാണ് കേട്ടോ ഫ്ലാറ്റിൽ നിന്ന്. ഞാനിപ്പോൾ പൊടിയൊക്കെ കഴിഞ്ഞ് മുടി എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നൊക്കെ പലരും ചോദിക്കും. മുടി ഇപ്പം ഇങ്ങനെ ഇടേ വരും. ഒന്നിനും വലിയ മൂടൊന്നുമില്ല. ഓക്കെ. പിന്നെ കുറേ വീഡിയോയ്ക്കകത്ത് കുറേ കമൻറ്റുകളുണ്ട് കേട്ടോ. എനിക്ക് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള കമൻറ്റ് ഞാൻ നല്ലോണം വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാക്സിമം കാണുന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് എൻ്റെ സങ്കടം കണ്ടിട്ട് ചേച്ചി ഞങ്ങൾക്ക് സങ്കടം വന്നെന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ സങ്കടം വരും. ആ സങ്കടം വരുമ്പോൾ അയ്യോ ചെരുപ്പ് മാറ്റാൻ മറന്നുപോയി, നിങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ട് ചെരുപ്പ് മാറ്റാൻ പറഞ്ഞു. ആ സങ്കടം വരുമ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് വേറെ കാര്യം. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ ജോൺസേട്ടൻ്റെ അടുത്ത് തീർക്കലാണ്. പക്ഷെ ഇപ്പോൾ ജോൺസേട്ടൻ്റെ അടുത്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ തന്നെ ചെയ്ത് വെച്ച തെറ്റിന് ജോൺസേട്ടന് വെക്കിട്ട് കയറാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷനാണ്. എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, ഞാൻ മാക്സിമം അടുത്ത മാസം ലാസ്റ്റും കൂടെ നോക്കും. ഒക്ടോബർ 25 എൻ്റെ ബർത്ത്ഡേ ആണ്. അതിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ, അവർ തീർക്കുമോ എന്ന് ഞാൻ നോക്കും. തീർത്തിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങും. കാരണം എനിക്ക് ഒന്നാമത് എന്താ പറയുക, ഓക്കെ ബിസിനസ് ചെയ്യുന്നതിലൂടെ ലാഭമൊക്കെ എല്ലാവരും ആഗ്രഹിച്ച് തന്നെയാണ് ബിസിനസ്സൊക്കെ ചെയ്യുക. പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ച് നേടണം. അയ്യോ മൊബൈലിന് വരെ ഇഷ്ടപ്പെട്ടില്ല, മൊബൈൽ താഴേക്ക് പോകാൻ പോയി. മറ്റുള്ളവരെ പറ്റിച്ച് നേടണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം വരും. അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നതിന് പിന്നിലും കുറേ റീസൺസ് ഉണ്ട്. എന്തായാലും നോക്കാം, കുറച്ചും കൂടെ ഒക്കെ നമുക്ക് നോക്കാം. ലാസ്റ്റ് തോന്നരുത് ദൈവമേ അവർക്ക് ഇത്തിരി സമയം കൊടുത്തില്ലല്ലോ എന്ന് തോന്നരുത്. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എനിവേ അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഓഫീസിൽ കയറണം. ഓഫീസിൽ കയറിയിട്ടൊക്കെ വേണം പോകാൻ വേണ്ടി. അതിനിടയ്ക്ക് എൻ്റെ പെയ്ഡ് വീഡിയോസ്, ഇപ്പോൾ ഓണം സീസണല്ലേ, ഒത്തിരി പെയ്ഡ് വീഡിയോ ചെയ്യാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥയല്ല. പൈസയൊക്കെ വാങ്ങി ചെയ്യുമ്പോൾ നമ്മൾ നല്ല പ്ലസൻ്റായിട്ട് നല്ല കണ്ടൻറ്റൊക്കെ ഇട്ട് ചെയ്യണ്ടേ. എനിക്ക് അതിനൊരു മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും ഏറ്റെടുക്കാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പോകണമെന്ന് പകുതി മനസ്സിലാട്ടോ, പോകണോ വേണ്ടിയോ. എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ കളയുകയാണ്, ഒരു കാര്യമില്ലാതെ. കുറേ പേര് പ്രൊഡക്റ്റൊക്കെ അയച്ചു തന്നിട്ട് അതും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. എല്ലാം ചെയ്യണം. കുളിച്ചിട്ട് അങ്ങനെ തന്നെ മുടിയൊന്നും ഉണങ്ങിയിട്ട് പോലുമില്ല പോകുകയാണ്. ഒന്നാമത് എനിക്ക് ഫ്ലാറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങിവിടുന്നു. മുഖത്തിങ്ങനെ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കുന്നത് ഞാൻ സൺസ്ക്രീൻ ലോഷൻ തേച്ചതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുമന്ന് വരിക, ചൊറിയുക. അതുകൊണ്ടാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഏഞ്ചൽ കൊണ്ടു തന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓഫീസിലേക്ക് പോകാം. എനിക്കിപ്പോൾ ഏറ്റവും പ്രൈവസി തരുന്ന സ്ഥലങ്ങളാണ് ലിഫ്റ്റും അതുപോലെ തന്നെ ടോയ്ലറ്റും. എനിക്കിങ്ങനെ എന്താ പറയുക, വലിയ പ്രൈവസി ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ ഞാൻ. എനിക്കിങ്ങനെ ചുറ്റും ആളുകൾ വേണം എപ്പോഴും. അപ്പോൾ ഇവിടെ ഫ്ലാറ്റിന് എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് 95 ലക്ഷം മുതൽ. ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ള ഫ്ലാറ്റാണ്. ശരിക്കും പുതിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അവർ 9,500 8,500 അങ്ങനെ എങ്ങാണ്ടൊക്കെയാണേ. ഇതൊക്കെ ഫ്ലാറ്റിൻ്റെ കോമൺ അമ്യൂണിറ്റീസാണ്. പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ മെയിൻ്റെനൻസ് ചാർജ് കൊടുത്താൽ മതി. അതെന്തായാലും ഫ്ലാറ്റ് എടുത്താൽ മെയിൻ്റെനൻസ് ചാർജ് ആവും, നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ ഫ്ലാറ്റിന് 4,000 അടുത്താണ് കേട്ടോ മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറയുന്നത്. ആ മെയിൻ്റെനൻസ് ചാർജിൽ വാട്ടർ ഉൾപ്പെടും, അതുപോലെ തന്നെ ക്ലീനിങ്, വേസ്റ്റ് ഡിസ്പോസൽ, അങ്ങനെയുള്ള പിന്നെ കോമൺ ഏരിയയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അസോസിയേഷൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ 10 വർഷം മുമ്പത്തേക്കാണ് ഫ്ലാറ്റ്. ഇപ്പോൾ അവിടെയാണെങ്കിലും വാങ്ങണമെങ്കിൽ 2 BHK 90 ലക്ഷത്തിന് മുകളിൽ പോകും. പിന്നെ ഇവിടെയാണെങ്കിലും 90 ലക്ഷത്തിന് മുകളിൽ. പിന്നെ ഹൈലൈറ്റിൻ്റെ പുതിയ പ്രൊജക്റ്റ് ഉണ്ട്. സ്ക്വയർ ഫീറ്റിന് 7,500 രൂപയൊക്കെ എങ്ങാണ്ടാണ് വരുന്നത്. പിന്നെ ഫ്ലാറ്റ് വാങ്ങിയിട്ട് നമ്മൾ മാസം വാടക കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ മെയിൻ്റെനൻസ് ചാർജ് കൊടുത്തുകൊണ്ടേയിരിക്കണം. റെൻറ്റിന് കൊടുത്താലും കൊടുക്കണം. പിന്നെ ഞാൻ വീഡിയോ എന്താ പെട്ടെന്ന് കട്ടാക്കിയെന്ന് വെച്ചാൽ, ഒരാൾ പാട്ട് വെച്ചിട്ട് മൊബൈലിൽ കാണുന്നുണ്ടായിരുന്നു, മൊബൈലിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ, അതുകൊണ്ടാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്നിവിടെ ഹൈലൈറ്റിൽ വരുമ്പോൾ കുറേ പേര് വന്നിട്ട് അന്നൂസല്ലേ ഉപ്പാത്തല്ലേ എന്നൊക്കെ വന്ന് വർത്താനൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര അടുത്താണ് കേട്ടോ അത് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഓഫീസിലേക്കുള്ളത് എന്ന് പറയുന്നത്. വളരെ അടുത്താണ്. ഓഫീസിലേക്ക് പോവുകയാണ്. പിന്നെ എപ്പോഴും ഇവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഭയങ്കര എന്താ പറയുക, ഇവിടെയുള്ള ആളുകളൊക്കെ അത്യാവശ്യം നല്ല ലൈഫ് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നൈറ്റ് ലൈഫാണ്. കാരണം രാത്രിയാകുമ്പോൾ ഇവിടെ കുറേ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ 24 hours അത് വർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ നിറയെ ആളുകളായിരിക്കും. ഓക്കെ, നമുക്കിനി ഓഫീസിൽ പോയിട്ട് കാണാം കേട്ടോ. പിന്നെ ആരുടെയെങ്കിലും ഫോണിലൂടെ റിങ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത് കൂടെ പോകുമ്പം ആരെങ്കിലും പാട്ട് വെച്ചാലൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് വീഡിയോ അങ്ങ് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റെപ്പുകൾ മൊത്തം കയറണം. ഇത് കണ്ടാൽ നമ്മുടെ സുന്ദരിക്കോ അതവളുടെ മുടി എക്സ്റ്റൻഷൻ കാണിച്ചെടുക്കടി. എക്സ്റ്റൻഷൻ അല്ല കേട്ടോ. എവിടെ അങ്ങനെ നമ്മുടെ ഓഫീസ് എത്താറായിട്ടോ. ഞാനിന്ന് വയനാട്ടിലേക്ക് തിരിച്ചു പോകുവേ. ലിഫ്റ്റിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഭയങ്കര തിരക്കായി. ഓഫീസിൽ എന്താ നടക്കുന്നത്? ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നടക്കാനില്ല. ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കാനില്ല. സോഹോ ഓഫീസിലെത്തി പാടുന്ന പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നു കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലാറ്റ് റെന്റിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് ഒന്ന് പോയിട്ട് ക്ലീൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഡെയിലി റെന്റിന് കൊടുക്കാം. അപ്പോൾ ഫ്ലാറ്റ് നമ്മുടെ തന്നെയാണ്. നമ്മൾ ഡെയിലി റെന്റിന് കൊടുക്കാൻ പോകും. റെന്റ് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ. ഫസ്റ്റത്തെ ബിസിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. ഇതാണ് നമ്മുടെ ലാൻഡ് മാർക്ക്. അയ്യോ, ഈ റോഡ് സൈഡിൽ തന്നെയുള്ളതാണ് നമ്മുടെ ഫ്ലാറ്റ്. അതേത് ഡോറ് ലാൻഡ്മാർക്കിലെ ആംബിയൻസ് അമ്യൂണിറ്റീസ് ഒക്കെ പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ 2-3 പിള്ളേർ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് കൊടുക്കാൻ വിചാരിച്ചു. വെറുതെ ഒന്നല്ല കേട്ടോ, റെൻറ്റിനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലാറ്റാന്ന് പറയില്ല, അല്ലെ റെൻറ്റ് വാങ്ങുമ്പോൾ മോശമല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ. നല്ല വ്യൂലാട്ടോ നമ്മുടെ ഫ്ലാറ്റുള്ളത്. ഇതേ ലാൻഡ്മാർക്കിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഇവിടെ താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഹൈ സെക്യൂരിറ്റിയാണ്. ഇവിടെ ഒത്തിരി ടവർ ഉണ്ട് കേട്ടോ. കുറേ എന്തൊക്കെയൊക്കെയോ പേരുകളാണേ. പിന്നെ ഇവിടെ സ്കൈ വാക്ക് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഇതുണ്ട്, എന്ത് എലിപാഡ് ഉണ്ട്, കുറേ 3-4 പൂളുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇതിലെ കേട്ടോ നമ്മുടെ ഇന്ന് ഇതാണ് ലാൻഡ്മാർക്കിൽ വന്ന ആദ്യം അവരുടെ പരസ്യം കേട്ടോ. അതാണ് ഇതൊക്കെ അവരുടെ ഓഫീസ് സ്പേസ് ആണ്. ഫ്ലാറ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് ഫ്ലോർ തുടങ്ങുന്നത് 5th ഫ്ലോറിൽ എങ്ങാണ്ടാണ്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റിൻ്റെ ഹോളം കാണിക്കില്ല, കാരണം അതിന് റെൻറ്റിന് അതിൻ്റെ ഉള്ള ആളുകളുണ്ട്. ഇന്നാണ് അവർ വെക്കേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. ഇത് ആ കാണുന്നതിലാട്ടോ നമ്മുടെ ഫ്ലാറ്റ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ ഈ പിള്ളേർ നാളെ വരെ ഇവിടെ ഉണ്ടാവും താമസിക്കാൻ. ഇവിടെ കുറേ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് കുറേ കോമൺ അമ്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ആയിരുന്നു കുറച്ച് വർഷം മുമ്പ് താമസിച്ചിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് നമ്മൾ വാങ്ങിയിട്ട് എനിക്ക് ഒന്ന് ഏകദേശം 7-8 വർഷമായി. അങ്ങനെ പിള്ളേരെ നമ്മളിവിടെ ഇറക്കി നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മളെങ്ങോട്ടാ ഫസ്റ്റ് വന്നേ? ഷീറ്റ് എടുക്കാനാ? മീറ്റിംഗ് എവിടെയാ? അത് 3 മണിക്ക് ശേഷം. ഇപ്പൊ ഒരു ഫുഡ് കഴിക്കാ, ബിരിയാണി. നീ മറന്നു തോന്നുന്നുണ്ടല്ലേ? ബിരിയാണി എല്ലാരും ഒഴിവാക്കിട്ട് ബിരിയാണി. കുറ്റിച്ചിറ. നീ കുറ്റിച്ചിറ ഇതുവരെ കഴിച്ചില്ലല്ലോ. നീ ഇതുവരെ എന്നെ പാരഗൺ എവിടൊക്കെ കൊണ്ടുപോയി എന്റെ ജീവിതം നശിപ്പിച്ച്. നീ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി വെക്കിട്ടാൻ ഒരു രുചിയില്ലാത്ത സ്ഥലത്ത് കൊണ്ട് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഒരു ആ കൊച്ചിനോട് ഇന്റർവ്യൂ കിട്ടിയാ നോക്കട്ടെ. രാവിലെ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ മോളെ കിട്ടിയോ ആണോ? രാവിലെ ഞങ്ങള് ആ കൊച്ചിനെ ഞാൻ അങ്ങോട്ട് ഇന്റർവ്യൂവിനേക്ക് ആക്കി കൊടുത്തതാണ്. ഞാനാക്കി കൊടുത്തതല്ല, കുട്ടി വന്നതാണ്. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത ഞാനാണ്. അതിന് കിട്ടിയോന്ന് അറിയാൻ ഒരു ആകാംക്ഷ. ബിസിനസ് പാർക്കിൽ ഒത്തിരി വേക്കൻസീസ് ഉണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം ഈ കമ്പനിയുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കാം. അതിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അടിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബീച്ച് റോഡിലുള്ള കുറ്റിച്ചിറ ബിരിയാണി കേട്ടോ.
ഇവിടെ ഭയങ്കര വെയിറ്റിങ്ങാ. ഭയങ്കര തിരക്കാട്ടോ. നമ്മുടെ ബീഫ് ബിരിയാണി നല്ല തിരക്കാട്ടോ. അങ്ങനെ മുട്ട ബിരിയാണിയും കഴിച്ച് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടോ. ഇനി ഓഫീസിൽ പോകണം. ഇനി ഞാൻ ശരിക്കും നേരെ വയനാട്ടിൽ പോകണം ഓർത്തത്. പക്ഷെ എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഇനി ഓഫീസിൽ പോയിട്ട് വേണം പോകാൻ. കണ്ടോ ബിരിയാണി സെന്ററിലെ തിരക്കുണ്ട്. ദൈവമേ ഭയങ്കര തിരക്കാട്ടോ. പിള്ളേർ ഭയങ്കര ടാറ്റടാ. കണ്ടില്ല നീ? പിള്ളേർ ഭയങ്കര ടാറ്റ. ഫോളോവേഴ്സ് ഭയങ്കര ടാറ്റ. ഭയങ്കര ഇഷ്ടാട്ടോ. ഭയങ്കര ചൂടാണ് മഴക്കാലാണെങ്കിൽ. ഇപ്പം ബീച്ച് റോഡിൻ്റെ അടുത്താട്ടോ. ഇപ്പുറത്ത് ബീച്ചാണ്. അപ്പം നമുക്കിനി ഓഫീസിൽ പോവാം. ഞങ്ങൾക്ക് ഇന്നൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അതിന് പോകേണ്ടി വന്നു. അപ്പോൾ അതേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം. റാഷിൻ്റെ കൂടെ പോയ ഫുഡീന്ന് വെച്ചാൽ ഭയങ്കര ഫുഡി കേട്ടോ. അപ്പോൾ അവൻ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോയത്. ഇവിടെ പല വെറൈറ്റി ജ്യൂസ് ഉണ്ട്. പല കളറാണ് കേട്ടോ. വയലറ്റ് കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്. ഇവിടുത്തെ ജ്യൂസിൻ്റെ കളറൊക്കെ വളരെ 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 എന്താ പറയുക വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ 2 ജ്യൂസ് പറഞ്ഞാൽ ഞാൻ വിത്തൗട്ട് മിൽക്കാണ് കേട്ടോ. മിൽക്കിൻ്റെ കുടിക്കിലേക്ക് എനിക്ക് സ്ട്രോ വാങ്ങണ്ട. ബീച്ചിൽ നല്ല അത്യാവശ്യം തിരക്കുണ്ടല്ലേ. ഇന്ന് സ്കൂളില്ല, അതാണ് ഇത്രയും തിരക്കുന്നുണ്ട്. പണ്ട് എനിക്ക് കോഴിക്കോട്ടുകാരോട് ഭയങ്കര അസൂയായിരുന്നു. ഈ ജന്തുക്കൾക്ക് ബീച്ചുണ്ട്, ഞങ്ങൾക്ക് ബീച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, കോഴിക്കോട്ട് കടലുണ്ട്, കൊയിലാണ്ടിയിലും കടലുണ്ട്, വയനാട്ടിലുണ്ട് കടലില്ല. പറയൂ സർക്കാരെ. KSRTC അങ്ങനെ കോഴിക്കോട് നിന്ന് കൽപ്പറ്റ എത്തിട്ടോ. കുറേ ലേറ്റായിട്ട് എത്തി. ഇന്നലെ വേറെയും ഒരാളെ കണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ലേറ്റായിട്ട് എത്തി. എനിക്കൊന്ന് 12-12:30 എത്തിയിട്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണവും കയ്യും കാലും പുറമൊക്കെ വേദനയുണ്ട്. പിന്നെ അമ്മേനെ കുറേ ദിവസമായിട്ട് കാണുന്നില്ലല്ലോ, അതിൻ്റെ അസ്വസ്ഥതയുണ്ട്. അമ്മേൻ്റെ അടുത്താഴ്ച പോകും, അമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം ന്യൂസ്. തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ മോളെ കാണുന്ന വീഡിയോയ്ക്കകത്ത് അങ്ങനെയൊന്നും പറയരുത്. ബിക്കോസ് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവളെ വീഡിയോയ്ക്കകത്തും ഫോട്ടോയ്ക്കകത്തും എടുക്കുന്ന നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അവളാണെങ്കിലും അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കില്ല, സെൽഫി എടുക്കില്ല, അങ്ങനത്തെ പരിപാടി. ജോൺസേട്ടായിക്കും ഇഷ്ടമല്ല. പിന്നെ ഞാൻ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ബൈ.